അമേരിക്ക ഇത്രയും വലിയൊരു രാജ്യമായി മാറിയത് എങ്ങനെയാണെന്ന് അറിയാം. 1776 അമേരിക്ക ഇൻഡിപെൻഡന്റ് ആവുന്നത്. ആ സമയത്ത് ചെറിയൊരു രാജ്യമായിരുന്നു. പിന്നീട് 1803 7 വർഷത്തിന് ശേഷം ഫ്രാൻസിന്റെ അടുത്തൊരു $15 മില്യൺ കൊടുത്തിട്ടാണ് ലുസിയാന എന്ന് പറയുന്ന പ്രദേശം വാങ്ങിക്കുന്നത്. അപ്പോഴേക്കും ഏകദേശം എങ്ങനെയായിരുന്നു അമേരിക്ക സ്വതന്ത്രം ഉണ്ടാകുന്നത് അതിന്റെ ഡബിൾ ആയിട്ട് മാറി. പിന്നീട് സ്പെയിനുമായിട്ടൊരു ഡീലിൽ ഫ്ലോറിഡ 1819 കരസ്ഥമാക്കി. അവിടെ നിർത്തിയില്ല. 1845 ടെക്സാസ് ആയിട്ട് അറ്റാക്ക് ചെയ്തിട്ട് ടെക്സാസിനെ അവർ കൈക്കലാക്കി അധിനിവേശം ചെയ്തിട്ട് എടുക്കുകയാണ് ചെയ്തത്. പിന്നീട് അടുത്ത കൊല്ലം നെക്സ്റ്റ് ഇയർ തന്നെ അവർ ഒറിഗൺ UK ആയിട്ടൊരു ഒറിഗൺ കരാർ ഒരു സന്ധി ഉണ്ടാക്കി. അവിടുന്ന് UK ഒറിഗൺ എന്ന പ്രദേശം അമേരിക്കയുടെ ഭാഗമാക്കി മാറ്റുകയാണ് ചെയ്തത്. പക്ഷേ ഈ ഒരു സമയത്ത് 1840 ആ കാലഘട്ടത്തിൽ മെക്സിക്കോ ആയിട്ട് ഫൈറ്റ് നടന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെയാണ് മെക്സിക്കോയിലുള്ള കാലിഫോർണിയ, അരിസോണ, ന്യൂ മെക്സിക്കോ ഇതൊക്കെ അമേരിക്കയുടെ ഭാഗമാക്കിയിട്ട് മാറ്റുകയാണ് ചെയ്തത്. അത് അവിടെ നിർത്തിയിൽ 1860 റഷ്യ ആയിട്ട് ഒരു കരാറിൽ അലസ്ക എന്ന പ്രദേശം ഏകദേശം $7.2 മില്യൺ അമേരിക്ക വാങ്ങിച്ചു. ശരിക്കും ഇപ്പോഴും റഷ്യ അതിൽ ഖേദിക്കുന്നുണ്ട് ആ ഒരു ഡീൽ നടത്തിയത്. അപ്പോൾ ഈ പ്രദേശങ്ങളൊക്കെ കൂടിയപ്പോൾ അമേരിക്ക പറഞ്ഞാൽ വലിയതായിട്ട് മാറി. അവിടെ നിർത്തിയില്ല. ഇവർ ഹവായ് എന്ന് പറയുന്ന ദ്വീപ് അമേരിക്ക കരസ്ഥമാക്കുന്നുണ്ട്. പക്ഷേ ദ്വീപ് കാര്യമൊന്നുമില്ല, ഉപകാരമൊന്നുമില്ല. പക്ഷെ ഇവർക്ക് ഈ എന്റർടൈൻമെന്റ് ഉല്ലാസത്തിനായിട്ട് ഈ ബീച്ചിലും ഇതിലൊക്കെ ടൈം സ്പെൻഡ് ചെയ്യാനും മറ്റൊക്കെ ആയിട്ടാണ് ഹവായ് ദ്വീപ് ഇവർ കൈക്കലാക്കുന്നത്. ഇനി ഇവിടെയൊന്നും നിർത്തില്ല എന്ന് നമുക്കറിയാം. എനിക്കൊന്നിപ്പോൾ 2025 ട്രംപൊക്കെ അധികാരത്തിൽ കയറി കഴിഞ്ഞാൽ കാനഡ, പനാമ, ഗ്രീൻലാൻഡ് പോലെയുള്ള രാജ്യങ്ങളും കൂടെ അമേരിക്കയുടെ കീഴിലാവും എന്ന് നമുക്ക് കണ്ടറിയാം.